പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷനിലുള്ള ഫോർത്ത് ക്വസ്റ്റ്യൻ പറയുന്നതാണ് 1, 3, 5, 7 and 9 എന്നുള്ള 5 നമ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് എത്ര 6 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും ഇൻ സച്ച് എ വേ ദാറ്റ് all the 5 digits should appear എന്നാണ് ക്വസ്റ്റ്യൻ. ഈ 5 ഡിജിറ്റ് യൂസ് ചെയ്യണം, ഒരു 6 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കണം. അത്തരത്തിൽ എത്ര 6 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു 6 ഡിജിറ്റ് നമ്പേഴ്സ് ആണല്ലോ, അതായത് 1, 2, 3, 4, 5, 6 ഉണ്ട്. അങ്ങനെ 6 ഡിജിറ്റ് ഉള്ള ഒരു നമ്പർ ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കയ്യിൽ ആകെ 5 നമ്പേഴ്സേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഈ 5 നമ്പേഴ്സ് ഉൾപ്പെടണം എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ 5 നമ്പേഴ്സിനെയും ഞാൻ ഇവിടെ റാൻഡം ആയിട്ട് ഞാൻ ഇൻസേർട്ട് ചെയ്താൽ, ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യാണ്. ഇവിടെ 1, ഇവിടെ 3, ഇവിടെ 5, ഇവിടെ 7, ഇവിടെ 9 ഇങ്ങനെ ഞാൻ ഇൻസേർട്ട് ചെയ്തു. ഇതിനെങ്ങനെ അറേഞ്ച് ചെയ്യാം അതവിടെ ഇരിക്കട്ടെ. എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തു. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏതോ ഒരു ഡിജിറ്റ് ബാക്കിയാവും, വേക്കന്റ് ആയിട്ട് മാറും. അങ്ങനെയെങ്കിൽ ഈ വാക്കന്റ് പ്ലേസിലേക്ക് എനിക്ക് ഒരു നമ്പറിനെ ഇൻസേർട്ട് ചെയ്യാം. ഏത് നമ്പറിനെ? ഈ 5 നമ്പേഴ്സിന്റെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു നമ്പറിനെ ഇവിടേക്ക് എനിക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പൊ ഈ 5 നമ്പേഴ്സിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരു നമ്പറിനെ ഞാൻ സെലക്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ഈ വാക്കന്റ് പ്ലേസിൽ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയെങ്കിൽ ആ സെലക്ഷൻ എത്ര രീതിയിൽ നടക്കാം? 5 ആളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാന്ന് പറയുമ്പോൾ അത് 5C1 ബേസിലല്ലേ നടക്കാൻ പറ്റുക. ഇനി ഇൻ കേസ് ഞാൻ ഇവിടെ ഏതോ ഒരാളെ ഇൻസേർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഇതിനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ സാധിക്കും? ഇത് മൊത്തം 6 ആൾക്കാരുള്ളത്. അങ്ങനെയെങ്കിൽ 6 ഫാക്ടോറിയൽ ബേസിൽ എനിക്ക് അറേഞ്ച് ചെയ്യാം. പക്ഷേ അതില് ഇവിടെ ഉള്ള ആള് എന്ന് പറയുമ്പോൾ ഈ 5 നമ്പേഴ്സിന്റെ കൂട്ടത്തിൽ ഏതോ ഒരാളല്ലേ. അങ്ങനെയെങ്കിൽ ഏതോ ഒരു നമ്പർ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് 6 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ എന്നാണ് ഇതിന്റെ അറേഞ്ച്മെന്റ് വരിക. അങ്ങനെയെങ്കിൽ ഈ 2 ഇവന്റുകളും ഒരുമിച്ച് നടക്കുന്ന സമയത്താണ് നമ്മൾ പറഞ്ഞ ഈ കേസുകൾ ഒക്കർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്, ദാറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് 6 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് ഈസ് ഈക്വൽ ടു 5C1 into 6 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. നമുക്ക് അറിയുന്ന കാര്യമാണ്. 5C1ന്റെ വാല്യൂ 5 ആണ്, into 6 factorial by 2 factorial value 2 ആണ്. That is final answer become 5 by 2 into 6 factorial. അടുത്തത് ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ പറയുന്നത് 49 raised to k plus 1 എന്നുള്ളത് ഈ സമ്മിന്റെ ഒരു ഫാക്ടർ ആണെങ്കിൽ, അതായത് 49 raised to 125 plus 49 raised to 124 plus etc up to 1 അതിന്റെ ഒരു ഫാക്ടർ ആണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ വാല്യൂ ഓഫ് കെ, അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ ഒരു ഫാക്ടർ ആണ് ഇതെങ്കിൽ ആ കെയുടെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ വാല്യൂ കാണണം. ഞാൻ ജസ്റ്റ് ഈ സം ഒന്ന് എഴുതാണ്. അത് ഞാൻ അവിടുന്ന് ഇപ്പുറത്തേക്ക് എഴുതി കഴിഞ്ഞാൽ 1 പ്ലസ് 49 പ്ലസ് 49 സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു 49 റൈസ് ടു 125 ആണ്. എടാ ഇത് ഒരു GP അല്ലേ? ഒരു GPയുടെ സം ടു n ടേംസ് കാണാനുള്ള ഫോർമുല അറിയില്ലേ? Sn is equal to a into r raised to n minus 1 by r minus 1 എന്ന് വരും. ഈ ഒരു കേസിന് ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ അത് 1 ആണ്, കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ അത് 49 ആണ്, n എന്ന് പറഞ്ഞാൽ അത് 126 ആണ്. 126 ടേംസ് ആണ് ഇവിടെ ഉള്ളത്. അങ്ങനെയെങ്കിൽ ഈ സം എന്ത് വരും? 1 into r raised to n, that is 49 raised to n എന്താണ് ഇവിടെ? 126 minus 1 divided by 49 minus 1 എന്ന് വരും. ഇനി ഞാൻ ചെയ്യുന്ന പരിപാടി, നമുക്കറിയുന്ന ഒരു കാര്യമുണ്ട്. അതായത് x raised to m all raised to n which is equal to x raised to mn ആണെന്ന് അറിയാം. അതുപോലെ തന്നെ x raised to mn വേണമെങ്കിൽ x raised to m all to the power n എന്നുള്ള രീതിയിൽ എഴുതാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ ചെയ്യുന്നത് എന്താണെന്ന് അറിയോ? ഈ 126 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? അത് 63 into 2 അല്ലേ? അപ്പൊ അങ്ങനെയെങ്കിൽ ഞാനിതിനെ 49 raised to 63 all square minus 1 by 49 minus 1 become 48 ഇങ്ങനെ എഴുതാം. ഇനി നമുക്കറിയുന്ന വേറൊരു കാര്യമുണ്ട്. a square minus b square എന്ന് പറഞ്ഞാൽ അത് a plus b into a minus b ആണെന്ന് അറിയാം. അപ്പൊ അങ്ങനെയെങ്കിൽ
ഇതിനെ ഞാൻ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ സ്റ്റൈലാണ് ഇതുള്ളത്. അപ്പൊ ഇതിന് ഞാൻ 49 പ്ലസ് 1 ഇൻറ്റു 49 മൈനസ് 1 ഓൾ ഡിവൈഡഡ് ബൈ 48 എന്ന് എഴുതും. ഇനി നമുക്കറിയുന്ന വേറൊരു കാര്യമുണ്ട്. അതായത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലും ഒക്കെ പഠിച്ചൊരു കാര്യമാണ്. അതേപോലെ ബൈനോമിയലിലും വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. എക്സ് റൈസ് ടു എം മൈനസ് വൈ റൈസ് ടു എം അല്ലെങ്കിൽ എക്സ് റൈസ് ടു എൻ മൈനസ് വൈ റൈസ് ടു എൻ ഈസ് ആൾവേസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ എക്സ് റൈസ് ടു എൻ മൈനസ് വൈ റൈസ് ടു എൻ എന്താണ്? ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ ആണ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് എക്സ് മൈനസ് വൈ ആണെന്ന് പറയാം. അങ്ങനെയെങ്കിൽ ഇവിടെ എക്സാമ്പിൾ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. 49 റൈസ് ടു എൻ മൈനസ് 1 ഇതിനെ വേണമെങ്കിൽ 49 റൈസ് ടു എൻ മൈനസ് 1 റൈസ് ടു എൻ എക്സ് റൈസ് ടു എൻ മൈനസ് വൈ റൈസ് ടു എൻ ഫോമിൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ എന്തായിരിക്കും? 48 ആയിരിക്കും. ഈ എൻ എന്തോ ആയിക്കോട്ടെ, എന്താണെങ്കിലും വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 48 ആയിരിക്കും. ഇനി ഈ കേസിൽ അത് വരികയാണെന്നുണ്ടെങ്കിൽ ഇനി വേറെ ഒരു സംഗതി പറഞ്ഞാലോ, 5 റൈസ് ടു എൻ മൈനസ് 1 എന്താണ്? വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 4 ആണ്. ആ ഒരു തിയറി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഇവിടെ 49 റൈസ് ടു എൻ മൈനസ് 1 റൈസ് ടു എൻ ഫോമിലാണ്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 48 അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 48 എന്ന് വേണമെങ്കിൽ പറയാം. ഇത് മൾട്ടിപ്പിൾ ഓഫ് 48 ആണെങ്കിൽ അതിനെ 48 ഇൻറ്റു സംതിങ് 48 ഇൻറ്റു എം നേരിക്കൂടെ? അപ്പൊ ഇത് എങ്ങനെ മാറും? 49 റൈസ് ടു 63 പ്ലസ് 1 ഇൻറ്റു 48m ഓൾ ഡിവൈഡഡ് ബൈ 48 എന്ന് വരും. അങ്ങനെയെങ്കിൽ ഈ 48കളെ ഞാൻ എന്ത് ചെയ്തു? ക്യാൻസൽ ആക്കി കളഞ്ഞു. പിന്നെ ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? 49 റൈസ് ടു 63 പ്ലസ് 1 ഇൻറ്റു എം. അങ്ങനെയെങ്കിൽ ഈ സമ്മിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒരു ഫാക്ടർ 49 റൈസ് ടു 63 പ്ലസ് 1 ആണ്. അനദർ ഫാക്ടർ എം ആണ്. ആ എം എന്നുള്ളത് എന്തായിരിക്കും? ഒരു ഇന്റിജർ ആയിരിക്കും അല്ലെ? ഇനി ഇതൊരു ഫാക്ടർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറയുന്നത് എന്താണ്? 14 റൈസ് ടു കെ പ്ലസ് 1 ഒരു ഫാക്ടർ ആണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ വാല്യൂ ഓഫ് കെ ആണ്. ഏതാണ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ വാല്യൂ ഓഫ് കെ? ദാറ്റ് ഈസ് k is 63. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ വാല്യൂ ഓഫ് k is 63 എന്നാണ് ആൻസർ വരിക. 6th ക്വസ്റ്റ്യൻ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നിന്നും ട്രിഗണോമെട്രിയിൽ നിന്നും കമ്പൈൻ ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ പറയുന്നത് k plus 1 into tan square x minus root 2 lambda into tan x is equal to 1 minus k. അങ്ങനെയാണെങ്കിൽ അതിന്റെ റൂട്ട്സ് ആൽഫയും ബീറ്റയും ആണ്. അതിന് പുറമെ ടാൻ സ്ക്വയർ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ 50യുമാണ് എങ്കിൽ ലാംഡന്റെ വാല്യൂ കാണാൻ ചോദിച്ചു. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയുന്ന രണ്ട് തിയറികൾ ഞാൻ പറഞ്ഞു തരാണ്. അതായത് ഫസ്റ്റ് തിയറി ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c is equal to 0 എന്നുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ടുകൾ ആൽഫ ആൻഡ് ബീറ്റ ആണെങ്കിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി ഇതാണ്, ആൽഫ പ്ലസ് ബീറ്റ, അതായത് സം ഓഫ് ദി റൂട്ട്സ് ഷുഡ് ബി മൈനസ് ബി ബൈ എ. ആൻഡ് സിമിലർലി പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് ബിക്കം സി ബൈ എ. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ മനസ്സിലാക്കേണ്ട ഒരു തിയറി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ബേസ് ചെയ്തിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ ട്രിഗണോമെട്രിയിൽ പിന്നെ എല്ലാവർക്കും അറിയുന്ന വേറൊരു ഫോർമുല ഉണ്ട്, ടാൻ എ പ്ലസ് ബി. ടാൻ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ടാൻ എ പ്ലസ് tan b all divided by 1 minus tan a tan b. കണ്ടോ? ഈ രണ്ട് പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത് രണ്ടും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇവിടെ tan സ്ക്വയർ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ, tan ആൽഫ പ്ലസ് ബീറ്റയിൽ എന്ത് വരും? tan ആൽഫ പ്ലസ് tan ബീറ്റ ബൈ 1 മൈനസ് tan ആൽഫ tan ബീറ്റ വരും. അതായത് ഇവിടെ പറഞ്ഞ സം ഓഫ് ദി റൂട്ട്സും പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്സും ഇൻ ടേംസ് ഓഫ് tan ആണ് വരുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് എനിക്ക് ഹിന്റ് കിട്ടി. അതായത് എനിക്ക് ഉണ്ടാക്കി എടുക്കേണ്ടത് എന്താണ്? ടാൻ ആൽഫ പ്ലസ് ടാൻ ബീറ്റയും ഉണ്ടാക്കിയെടുക്കണം, അതേപോലെ ടാൻ ആൽഫ ഇൻറ്റു ടാൻ ബീറ്റയും ഉണ്ടാക്കിയെടുക്കണം. അതിനു വേണ്ടി ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് അറിയോ? അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് കെ പ്ലസ് 1 ഇൻറ്റു ആ ടാൻ സ്ക്വയർ അല്ലേ ഉള്ളത്. ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ സൊല്യൂഷൻ ആണ് ആൽഫയും ബീറ്റയും എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ്
ഈ എക്സിന് പകരം ആൽഫയും ബീറ്റയും, ആൽഫ കൊടുത്താലും ബീറ്റ കൊടുത്താലും ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്നല്ലേ അതിനർത്ഥം. അതായത് ഒരു വേരിയബിളിന് പകരം ആ ഒരു വാല്യൂ കൊടുക്കുമ്പോൾ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സൊല്യൂഷൻ ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ ഒന്ന് മാറ്റാണ്. അതായത് k+1 ഇൻറ്റു ടി സ്ക്വയർ മൈനസ് √2 ലാംഡ ടി ഇസിക്കൽ ടു 1 മൈനസ് കെ. ഇതിന്റെ റൂട്ട്സ് എന്താ വരിക? ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അതിന്റെ റൂട്ട്സ്, അതായത് ടിക്ക് ഏത് വാല്യൂ കൊടുത്താലാണോ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് അതിനെ പറയുന്ന പേരാണ് റൂട്ട്സ് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അങ്ങനെയെങ്കിൽ ഇതിന്റെ റൂട്ട്സ് എന്താ വരിക? ടാൻ ആൽഫ ഇൻറ്റു ടാൻ ബീറ്റ അല്ലേ? ഈ കേസിൽ ടാൻ ഉണ്ടായിരുന്നു. ഈ എക്സിന് ആൽഫ കൊടുക്കുമ്പോൾ ടാൻ സ്ക്വയർ ആൽഫ വരും. അപ്പൊ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ ടിക്ക് പകരം ടാൻ ആൽഫ കൊടുത്താലല്ലേ ഇവിടെ പറഞ്ഞ പോലെ ടാൻ സ്ക്വയർ ആൽഫ കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ അതിന്റെ റൂട്ട്സ് ടാൻ ആൽഫ ആൻഡ് ടാൻ ബീറ്റ ആണ് വരുന്നത്. അപ്പോ ഇവിടെ ശരിക്കുള്ളത് അങ്ങനെ ഇതിന്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ ആ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുക എന്താണ്? k+1 ഇൻറ്റു ടി സ്ക്വയർ മൈനസ് √2 ലാംഡ ടി ഈ പ്ലസ് ഓഫ് 1 മൈനസ് കെ ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ഓഫ് 1 മൈനസ് കെ വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇവിടെ എക്ക് പകരം ഇത്, ബിക്ക് പകരം ഇതാണ്, സിക്ക് പകരം ഇതാണ്. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ദി റൂട്ട്സ്, ടാൻ ആൽഫയും ടാൻ ബീറ്റയും ആണ് ഇവിടുത്തെ റൂട്ട്സ്. അപ്പൊ ഇവിടുത്തെ സം ഓഫ് ദി റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ടാൻ ആൽഫ പ്ലസ് ടാൻ ബീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ അല്ലെ. അതായത് മൈനസ് ഓഫ് ഇവിടുത്തെ ബി എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് √2 ലാംഡ ബൈ എ എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? എന്റെ വാല്യൂ k+1 ആണ്. അതായത് √2 ലാംഡ ബൈ k+1. ഇതാണ് ടാൻ ആൽഫ പ്ലസ് ടാൻ ബീറ്റ. ഇനി അടുത്തത് പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്സ്, ടാൻ ആൽഫ ഇൻറ്റു ടാൻ ബീറ്റ. അത് സി ബൈ അല്ലേ വരാം. ഇവിടെ സി ബൈ ഞാൻ കൺസിഡർ ചെയ്താൽ ഇവിടുത്തെ സി എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് ഓഫ് 1 മൈനസ് കെ ഡിവൈഡഡ് ബൈ എ എന്ന് പറഞ്ഞാല് അത് k+1. സിംപ്ലിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 1 മൈനസ് കെ എന്നുള്ളത് മൈനസ് ഓഫ് 1 മൈനസ് കെ എന്നുള്ളത് k-1 ബൈ k+1. ഇതാണ് പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ്. റെഡി? ഇനി തന്ന കണ്ടീഷനിലേക്ക് വരാം. നിങ്ങൾക്ക് കാണേണ്ടത് ലാംഡന്റെ വാല്യൂ ആണ്. കണ്ടീഷനിൽ പറയുന്നത് ടാൻ സ്ക്വയർ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ 50 ആണെന്നാ പറയുന്നത്. അങ്ങനെയെങ്കിൽ ടാൻ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ എന്താ വരിക? √50 വരും. √50 എന്ന് പറഞ്ഞാൽ എന്താ? 50 എന്ന് പറയുമ്പോൾ 25 ഇൻറ്റു 2 ആണ്. അപ്പൊ 25ന്റെ റൂട്ട് 5 ആണ്. അപ്പൊ 5√2 എന്നാ വരിക. ഇനി ടാൻ ആൽഫ പ്ലസ് ബീറ്റയുടെ ഫോർമുല എന്താ? ടാൻ ആൽഫ പ്ലസ് ടാൻ ബീറ്റ ഓൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ ആൽഫ ഇൻറ്റു ടാൻ ബീറ്റ. ഇവിടെ ടാൻ ആൽഫ പ്ലസ് ടാൻ ബീറ്റ അത് വരും. ഇതാ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ √2 ലാംഡ ബൈ k+1 ഓൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ ആൽഫ ഇൻറ്റു ടാൻ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? k-1 ബൈ k+1 വിച്ച് ഈസ് ഈക്വൽ ടു 5√2 എന്ന് വരും. ഇതിനെ സിംപ്ലിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാണ്. അതായത് √2 ലാംഡ ബൈ k+1 ഓൾ ഡിവൈഡഡ് ബൈ ഇവിടെ നടത്തി കഴിഞ്ഞാൽ k+1 മൈനസ് ഓഫ് k-1 ഓൾ ഡിവൈഡഡ് ബൈ k+1 വിച്ച് ഈസ് ഈക്വൽ ടു 5√2. ഇവിടെ ഈ k+1 തമ്മിൽ ക്യാൻസൽ ആയി പോയി. അങ്ങനെയെങ്കിൽ ഇവിടെ √2 ലാംഡ ബൈ k+1 മൈനസ് ഓഫ് k-1 ആ മൈനസ് ആണ് ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്ലസ് കെയും മൈനസ് കെയും തമ്മിൽ ക്യാൻസൽ ആയി പോകും. പിന്നെ 1 മൈനസ് മൈനസ് കെ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1 മൈനസ് മൈനസ് 1 ബിക്കം 1 പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 2 ഈസ് ഈക്വൽ ടു 5√2 എന്ന് വരും. ഇവിടുത്തെ ഈ √2 ഈ √2 തമ്മിൽ ക്യാൻസൽ ആയി പോയി. അങ്ങനെയെങ്കിൽ ഈ ബൈ 2 അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ലാംഡ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 5 ദാറ്റ് ഈസ് ആൻസർ ബിക്കം 10. അപ്പോൾ അതിന്റെ അടുത്തത് 7th ക്വസ്റ്റ്യൻ. അത് മാത്തമാറ്റിക്കൽ റീസണിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണ്? P implies Q and Q implies negation P is equivalent to. ഇത് ഏതിനോടാണ് ഇക്വാലന്റ് എന്നാണ് ചോദിക്കുന്നത്. റെഡി? ആ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നതിന് മുമ്പ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് തിയറി ഞാൻ പറഞ്ഞുതരാം. അതായത്
ട്രൂത്ത് ടേബിൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ. ആദ്യമായിട്ട് ട്രൂത്ത് ടേബിളിൽ ഫോർ എക്സാമ്പിൾ ആൻഡ് എന്നുള്ള ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഞാൻ എടുത്തു. ഇതൊരു കണക്റ്റീവ്സിൽപ്പെട്ട ഒരാളല്ലേ ആൻഡ്. അതായത് ഈ പി ആൻഡ് ക്യൂ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആകണം എന്നുണ്ടെങ്കിൽ രണ്ടും ട്രൂ ആയാൽ മാത്രമേ പി ആൻഡ് ക്യൂ ട്രൂ ആവുള്ളൂ. അങ്ങനെയെങ്കിൽ ഇതിന്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെ വരും എന്നറിയോ? ഇവിടെ പി എന്നുള്ളതുണ്ട്, ക്യൂ എന്നുള്ളതുണ്ട്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഞാൻ കൺസിഡർ ചെയ്തു, പിയും കൺസിഡർ ചെയ്തു, ക്യൂവും കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതിന് എന്തൊക്കെ ചാൻസ് ഉണ്ട്? ഒന്നുകിൽ ആ പി എന്നുള്ള സ്റ്റേറ്റ്മെന്റും ക്യൂ എന്നുള്ള സ്റ്റേറ്റ്മെന്റും ട്രൂ ആകാം, അല്ലെങ്കിൽ പി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ട്രൂവും ക്യൂ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഫാൾസും ആകാം, അല്ലെങ്കിൽ പി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഫാൾസും ക്യൂ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ട്രൂവും ആകാം. ലാസ്റ്റ് കേസ് രണ്ട് സ്റ്റേറ്റ്മെന്റും ഫാൾസ് ആകാം. ഈ 4 കേസുകളെ ഇതിലുണ്ടാവുള്ളൂ. ഇനി ഈ കേസുകളിലൊക്കെ ഈ പി ആൻഡ് ക്യൂ എന്നുള്ള മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആകുമോ ഫാൾസ് ആകുമോ എന്നാണ് ആര് പറയുന്നത്? ട്രൂത്ത് ടേബിൾ പറയുന്നത്. എന്താ ടേബിളിന്റെ പേര്? ട്രൂത്ത് ടേബിൾ. റെഡി? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടും ട്രൂ ആയാൽ മാത്രമേ പി ആൻഡ് ക്യൂ ട്രൂ ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്ക്, ട്രൂ ആൻഡ് ട്രൂ, ട്രൂ, ട്രൂ ആൻഡ് ഫാൾസ്. ഇതിൽ ഒരാൾ ഫാൾസ് ആയി, അതുകൊണ്ട് ഇതിന്റെ ടോട്ടൽ ആൻസർ ഫാൾസ് ആ വരിക. ഇതുപോലെ തന്നെ ഫാൾസ് ആൻഡ് ട്രൂ, ഫാൾസ്. സിമിലർലി ഫാൾസ് ആൻഡ് ഫാൾസ്, ഫാൾസ്. ഇതാണ് ട്രൂത്ത് ടേബിൾ ഓഫ് ആൻഡ്. ഏകദേശം കത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഇതേപോലെ നെഗേഷന്റെ ട്രൂത്ത് ടേബിൾ വരച്ചാൽ, നെഗേഷന്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുമ്പോൾ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഒരു സ്റ്റേറ്റ്മെന്റ് അതിന്റെ നെഗേഷൻ. പി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ നെഗേഷൻ എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ ഈ പി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഒന്നുകിൽ ട്രൂ ആകാം അല്ലെങ്കിൽ ഫാൾസ് ആകാം. രണ്ട് പോസിബിലിറ്റി ഉള്ളൂ. അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നെഗേഷൻ പി എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. അല്ലെങ്കിൽ പി എന്നുള്ളത് ഫാൾസ് ആണെങ്കിൽ നെഗേഷൻ പി എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഇതാണ് നെഗേഷൻ സ്റ്റേറ്റ്മെന്റിന്റെ ട്രൂത്ത് ടേബിൾ. ഇങ്ങനെ ഓറിന്റെ ട്രൂത്ത് ടേബിൾ ഉണ്ട്. ഇതുപോലെ അടുത്തൊരു കണക്റ്റീവ് ആണ്. ഓർ ഇതിൽ ആവശ്യമില്ലെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്, നോളജിന് വേണ്ടിയിട്ട് ജസ്റ്റ് പറയാണ്. ഈ ഓർ എന്നുള്ള സ്റ്റേറ്റ്മെന്റ്, ഓർ എന്നുള്ളതിന്റെ സിമ്പിൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കാൻ ഓർമ്മിച്ചു വെക്കാൻ എന്ത് ഓർത്ത് വെച്ചാൽ മതി എന്നറിയാം. സാധാരണ സെറ്റിൽ നിങ്ങൾ യൂണിയൻ അതിന് ഓറല്ലേ ഉപയോഗിക്കുന്നത്, അതേ ഒരു പോലത്തെ ഒരു ചിഹ്നമാണ് ഇവിടെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിൽ. അതുപോലെ തന്നെ ഇന്റർസെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൻഡ് എന്നല്ലേ പറയാറ്. അപ്പൊ അതേ ഒരു ഷേപ്പിലുള്ള ഒരു ചിഹ്നമാണ് മാത്തമാറ്റിക്കൽ റീസണിങ്ങിന് ഉപയോഗിക്കുന്ന ആൻഡ്. ആ രീതിയിൽ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ മാറിപ്പോകില്ല. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത് പി ഓർ ക്യൂ എന്നുള്ള സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ പി എന്നുള്ള സ്റ്റേറ്റ്മെന്റും ക്യൂ എന്നുള്ള സ്റ്റേറ്റ്മെന്റും എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ പി ഓർ ക്യൂ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ട്രൂ ആകുമോ ഫാൾസ് ആകുമോ എന്നാണ് നോക്കേണ്ടത്. 4 കേസ് ഉണ്ടാകാം. നിങ്ങൾക്കറിയാം, ട്രൂ ട്രൂ, ട്രൂ ഫാൾസ്, ഫാൾസ് ട്രൂ, ഫാൾസ് ഫാൾസ്. ഈ 4 കേസ്. ഈ 4 കേസിലും പി ഓർ ക്യൂ എന്താണെന്ന് നോക്കണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പി ഓർ ക്യൂ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ട്രൂ ആകണമെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ ട്രൂ ആയാൽ മതി. അങ്ങനെയെങ്കിൽ ട്രൂ ഓർ ട്രൂ, ട്രൂ, ട്രൂ ഓർ ഫാൾസ്, ട്രൂ, ഫാൾസ് ഓർ ട്രൂ, ട്രൂ, ഫാൾസ് ഓർ ഫാൾസ്, ഫാൾസ്. രണ്ടെണ്ണം ഫാൾസ് ആയാൽ മാത്രമേ പി ഓർ ക്യൂ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആവുകയുള്ളൂ. ഇങ്ങനെയാണ് ഓർ സ്റ്റേറ്റ്മെന്റ്. ഇനി ലാസ്റ്റ് ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇംപ്ലിക്കേഷൻ ആണ്. അതായത് ഇംപ്ലൈസ്. ഇഫ് ആൻഡ് ഓൺലി, ഇഫ് ദെൻ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് ദെൻ, ഇഫ് ദെൻ, ഇഫ് ദെൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഏത് മോഡല്? ഇഫ് പി ദെൻ ക്യൂ. അതായത് പി നടന്നാൽ ക്യൂ നടക്കണം. അങ്ങനെ മലയാളത്തിൽ ഓർമ്മിച്ച് വെച്ചാൽ മതി. ഇഫ് പി, പി നടന്നിട്ടുണ്ടെങ്കിൽ ക്യൂ നടക്കണം. അതാണ് ഇവിടെ പറയുന്ന കണ്ടീഷൻ. അങ്ങനെയെങ്കിൽ ഇതിനെ ഡിനോട്ട് ചെയ്യൽ ഇങ്ങനെ കേട്ടോ, പി ഇംപ്ലൈസ് ക്യൂ. ഇതിന്റെ മീനിങ് ആണ് ഇഫ് പി ദെൻ ക്യൂ. അപ്പൊ അതിന്റെ ട്രൂത്ത് ടേബിൾ വരുമ്പോ എങ്ങനെ വരികയെന്ന് അറിയോ? അതായത് പി ക്യൂ, ഇവിടെ എന്ത് വരും? പി ഇംപ്ലൈസ് ക്യൂ എന്ന് വരും. അതിന്റെ ട്രൂത്ത് ടേബിൾ വരച്ചു നോക്കാം. 4 കേസുകൾ: ട്രൂ ട്രൂ, ട്രൂ ഫാൾസ്, ഫാൾസ് ട്രൂ, ഫാൾസ് ഫാൾസ്.
അപ്പൊ ഇവിടെ പി ഇംപ്ലൈസ് ക്യൂ, പി നടന്നാൽ ക്യൂ നടക്കണം. നടന്നു എന്ന് പറഞ്ഞാൽ ട്രൂ, നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഫാൾസ്. അങ്ങനെ ആലോചിച്ച് വെക്കുക. അങ്ങനെയെങ്കിൽ പി നടന്നു, ക്യൂ നടന്നു. പി നടന്നാൽ ക്യൂ നടക്കണം എന്നല്ലേ അയാൾ പറഞ്ഞത്, കറക്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ട്രൂ. ഇനി പി നടന്നു, പി നടന്നാൽ ക്യൂ നടക്കണം എന്നാ പറയണത്. പി നടന്നിട്ടുണ്ടെങ്കിൽ ക്യൂ നടക്കണം. പക്ഷെ ഇവിടെ പി നടന്നു, എന്ത് നടന്നില്ല? ക്യൂ നടന്നില്ല. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ്. അടുത്തത് പി നടന്നിട്ടില്ല, ഇത് ഫാൾസ് ആണ്. പി നടന്നിട്ടില്ല, അപ്പൊ ക്യൂ എന്താ? അത് ഇനി നടന്നാലും നടന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം പി നടന്നാൽ ക്യൂ നടക്കണം എന്നാ പറയുന്നത്. നീ എങ്ങാനും പി നടന്നിട്ടില്ലെങ്കിലോ? ക്യൂ നടന്നാലും നടന്നിട്ടില്ലെങ്കിലും വിഷയമല്ല. അതുകൊണ്ട് അത് അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യൂല. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. ഇനി അടുത്തത് പി ഫാൾസ്, പി നടന്നിട്ടില്ല. ഇനി ക്യൂ നടന്നാലും നടന്നിട്ടില്ലെങ്കിലും വിഷയമല്ല. ഒന്നാമത്തെ ആള് നടന്നിട്ടില്ലെങ്കിൽ, അതായത് ഈ കണ്ടീഷൻ ഒബേ ചെയ്തിട്ടില്ലെങ്കിൽ മറ്റവനെ കുറിച്ച് നോക്കേണ്ട ആവശ്യമില്ല. അതായത് ഈ സ്റ്റേറ്റ്മെന്റിനെ അത് കോൺട്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് പി ഫാൾസ് ആണ്. അതായത് പി നടന്നിട്ടില്ല, ഇനി മറ്റൊന്ന് നടന്നാലും നടന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ട്രൂ ആണ് വരിക. ഇതാണ് ട്രൂത്ത് ടേബിളിന്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്. ക്വസ്റ്റ്യനിലേക്ക് കടന്നാൽ നമുക്ക് വേണ്ടത് ഇതാ, ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാ ചോദിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഇതിന്റെ ട്രൂത്ത് ടേബിൾ ഒന്ന് വരച്ചു നോക്കണം. അതായത് ട്രൂത്ത് ടേബിൾ വരയ്ക്കുമ്പോൾ നമുക്കറിയാം പിയും ക്യൂവും, അതിന്റെ പോസിബിലിറ്റി എന്താ? ട്രൂ ട്രൂ, ട്രൂ ഫാൾസ്, ഫാൾസ് ട്രൂ, ഫാൾസ് ഫാൾസ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിനെന്താ സംഭവിക്കുന്നത് നോക്കണം. എടാ ഇതിനെന്താ സംഭവിക്കണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പി ഇംപ്ലൈസ് ക്യൂ എന്താണ്? ക്യൂ ഇംപ്ലൈസ് മൈനസ് ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി എന്താണെന്ന് അറിയണം. എന്നിട്ട് അതിന്റെ രണ്ടിന്റെയും ആൻഡ് എടുത്തു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടുക. അപ്പൊ നമുക്ക് ഇതിൽ വേണ്ട ആൾക്കാരെ ഞാൻ ഡെവലപ്പ് ചെയ്തെടുക്കാണ്. ഇവിടെ എനിക്കൊരു നെഗേഷൻ പീന് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം നെഗേഷൻ പീനെ ഇവിടെ ജസ്റ്റ് ഒന്ന് കണ്ടുവച്ചാൽ ആൻസർ എന്ത് കിട്ടും? നെഗേഷൻ പി. അതായത് നെഗേഷൻ എന്ന് പറയുമ്പോൾ എന്താ? പി എന്നുള്ളത് ട്രൂ ആണെങ്കിൽ നെഗേഷൻ പി എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. പി എന്നുള്ളത് ട്രൂ ആണ്, അങ്ങനെയാണെങ്കിൽ നെഗേഷൻ പി ഫാൾസ്. ഇനി ഈ പി എന്നുള്ളത് ഫാൾസ് ആണെങ്കിൽ നെഗേഷൻ പി എന്നുള്ളത് ട്രൂ ആണ്. പി എന്നുള്ളത് ഫാൾസ് ആണെങ്കിൽ ഇതെന്താണ്? ട്രൂ ആണ്. അങ്ങനെയാണ് ഇതിന്റെ ട്രൂത്ത് ടേബിൾ വന്നത്. ഇനി അടുത്ത് ഞാൻ കാണുന്നത് പി ഇംപ്ലൈസ് ക്യൂ ആണ്. അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, പി നടന്നാൽ ക്യൂ നടക്കണം, അതാണ് ഇതിന്റെ കണ്ടീഷൻ. അങ്ങനെയെങ്കിൽ പി നടന്നു, ക്യൂ നടന്നു, അങ്ങനെയാണെങ്കിൽ ട്രൂ ഇംപ്ലൈസ് ട്രൂ, ട്രൂ. പി നടന്നു പക്ഷെ ക്യൂ നടന്നില്ല, അങ്ങനെയെങ്കിൽ ഇത് ഫാൾസ്. ഇനി പി നടന്നു, നടന്നിട്ടില്ല, അങ്ങനെയെങ്കിൽ ഇത് നടന്നാലും നടന്നിട്ടില്ലെങ്കിലും അത് സ്റ്റേറ്റ്മെന്റിനെ കോൺട്രാക്ട് ചെയ്യൂല. അതുകൊണ്ട് ഇത് ഫാൾസ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഇനി ഇവിടെയോ? ഇവിടെയും പി നടന്നിട്ടില്ല, ഇനി ക്യൂ നടന്നാലും നടന്നിട്ടില്ലെങ്കിലും വിഷയമല്ല. അതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഇനി ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി, ഇതിന്റെ മീനിങ് എന്താ? ഇത് പി നടന്നാൽ ക്യൂ നടക്കണം എന്നാ. അപ്പൊ ഇതോ ക്യൂ നടന്നാൽ നെഗേഷൻ പി നടക്കണം എന്നാണ് ഇവിടുത്തെ കണ്ടീഷൻ. അപ്പോ ഇവിടെ ക്യൂ നടന്നു പക്ഷെ എന്തില്ല? നെഗേഷൻ പി നടന്നില്ല. അതുകൊണ്ട് ഇതെന്താണ്? ഫാൾസ് ആണ്. ഇനി അടുത്തത് ഇവിടെ ക്യൂ നടന്നിട്ടില്ല, അങ്ങനെയെങ്കിൽ ഇവിടെ നടന്നാലും നടന്നിട്ടില്ലെങ്കിലും വിഷയമല്ലല്ലോ. അതുകൊണ്ട് അതിനെ കോൺട്രാക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് ട്രൂ ആണ്. ഇനി ഇവിടെ ഇയാള് നടന്നു, ക്യൂ നടന്നു, നെഗേഷൻ പിയും നടന്നു, അതുകൊണ്ട് ട്രൂ. ഇനി അടുത്തത് എന്താ? ക്യൂ നടന്നിട്ടില്ല, അങ്ങനെയെങ്കിൽ ഇവൻ നടന്നാലും നടന്നിട്ടില്ലെങ്കിലും വിഷയമല്ലല്ലോ. അതുകൊണ്ട് ഇത് ട്രൂ ആണ് വരിക. ഇനി ലാസ്റ്റ് ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരാൻ പോകുന്നത്. അതായത് ഇതിന്റെ രണ്ടിന്റെയും ആൻഡ്. അങ്ങനെയെങ്കിൽ ട്രൂ ആൻഡ് ഫാൾസ്, ഫാൾസ്, ഫാൾസ് ആൻഡ് ട്രൂ, ഫാൾസ്, ട്രൂ ആൻഡ് ട്രൂ, ട്രൂ, ട്രൂ ആൻഡ് ട്രൂ, ട്രൂ. ഇതാണ് അതിന്റെ ഫൈനൽ ആൻസർ കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഈ ഫൈനൽ ആൻസറിനോട് ഈ ഇൻപുട്ട് കൊടുത്താൽ ഇക്വലന്റ് ആയ ആൻസർ ഏതാണെന്നാ ചോദിക്കുന്നത്. എടാ നിങ്ങളൊന്ന് നോക്ക്, ഈ സർക്യൂട്ടിലേക്ക് തന്നെ നോക്ക്. ഫാൾസ്, ഫാൾസ്, ട്രൂ, ട്രൂ വരുന്നത് ഏതാ? ഇതാ ഫാൾസ്, ഫാൾസ്, ട്രൂ, ട്രൂ. അതായത് ഈ ഇൻപുട്ടില് ഇതേ ഔട്ട്പുട്ട് വരുന്ന ആൻസർ ഏതാ? ഫാൾസ്, ഫാൾസ്, ട്രൂ, ട്രൂ. ദാറ്റ് ഈസ് നെഗേഷൻ പി is the final answer. Option 4 is correct. അടുത്തതായിട്ട് 8th ക്വസ്റ്റ്യൻ. 8th ക്വസ്റ്റ്യനിൽ പറയുന്നത് y² 4x അതുപോലെ x² 2by എന്നുള്ള രണ്ട് പരാബോളകളുണ്ട്. ആ രണ്ട് പരാബോളകളില്
y ഇസിക്കൽ എം എക്സ് പ്ലസ് 4 എന്നുള്ളത് ഒരു കോമൺ ടാൻജന്റ് ആണെന്നാ പറയുന്നത്. അങ്ങനെയെങ്കിൽ ബിയുടെ വാല്യൂ നിങ്ങളോട് കാണാൻ ചോദിച്ചു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ചെറിയ ഒരു തിയറി ഞാൻ പറയാം. കണ്ടീഷൻ ഫോർ കോമൺ ടാൻജൻസി. കണ്ടീഷൻ ഫോർ കോമൺ ടാൻജൻസിയിൽ പറയുന്നത് y സ്ക്വയർ ഇസിക്കൽ 4ax എന്നുള്ള പരാബോളയിൽ ഉണ്ടാക്കുന്ന ഒരു ടാൻജന്റ് ആണ് y ഇസിക്കൽ എം എക്സ് പ്ലസ് സി എങ്കിൽ അവിടെ കണ്ടീഷൻ ഫോർ ടാൻജൻസി പറയുന്നത് c ഇസിക്കൽ a ബൈ m എന്നാണ്. ഇതിന് പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും പറയുന്നില്ല, ജസ്റ്റ് റിസൾട്ട് മാത്രം മനസ്സിലാക്കി വെക്കുക. അതായത് c ഇസിക്കൽ ടു a ബൈ m. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് ബിക്കം y ഇസിക്കൽ എം എക്സ് പ്ലസ് സി അല്ലേ സാധാരണ ആവാറ്. ഈ സിക്ക് പകരം എന്ത് വരും? a ബൈ m എന്ന് വരും. ദാറ്റ് ഈസ് y ഇസിക്കൽ ടു എം എക്സ് പ്ലസ് a ബൈ m. ഇതാണ് കണ്ടീഷൻ ഫോർ ടാൻജൻസി. അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മളോട് പറയുന്നത് ഈ y സ്ക്വയർ ഇസിക്കൽ 4x എന്നുള്ള പാരാബോളക്കും ഈ y ഇസിക്കൽ mx പ്ലസ് 4 ടാൻജന്റ് ആണ്. അതുപോലെ x സ്ക്വയർ ഇസിക്കൽ 2by ക്കും y ഇസിക്കൽ mx പ്ലസ് 4 ടാൻജന്റ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോ ഞാൻ ചെയ്യുന്ന പരിപാടി ഇവിടെ ഈ ഒരു പാരാബോളയും അതുപോലെ ഈ ടാൻജന്റും ഞാൻ കൺസിഡർ ചെയ്തു. അങ്ങനെയെങ്കിൽ ഇവിടെ സിക്ക് പകരം എന്താണ്? 4 ആണ്. ഇവിടെ 4ax, എക്ക് പകരം എന്താണ്? 1. അപ്പോ നമ്മൾ സാധാരണ പറയാറുണ്ട് കണ്ടീഷൻ ഫോർ ടാൻജൻസി എന്താ? c ഇസിക്കൽ ടു a ബൈ m ആണെന്ന്. അതായത് 4 ഇസിക്കൽ ടു 1 ബൈ m. ദാറ്റ് ഈസ് വാല്യൂ ഓഫ് m ഈസ് 1 ബൈ 4. അതായത് ആ ടാൻജന്റിന്റെ സ്ലോപ്പ് 1 ബൈ 4 ആണ്. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് ബിക്കം y ഇസിക്കൽ ടു mx പ്ലസ് 4 എന്നല്ലേ ടാൻജന്റ്. ദാറ്റ് ഈസ് ഈ m ന് ബൈ 4 കൊടുത്താൽ 1 ബൈ 4 കൊടുത്താൽ അത് x ബൈ 4 പ്ലസ് 4 എന്ന് ആൻസർ വരും. ഇതാണ് കണ്ടീഷൻ ഫോർ ടാൻജൻസി. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് കിട്ടുക. ഈ ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് എനിക്ക് കിട്ടി. ഇനി ഞാൻ അടുത്ത പരാബോള കൺസിഡർ ചെയ്തു. അടുത്ത പരാബോള എന്താ? എക്സ് സ്ക്വയർ ഇസിക്കൽ ടു 2by എന്നല്ലേ വരിക. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറയുന്നത് ഈ ടാൻജന്റ്, ഈ ലൈന് ഇതിനും ടാൻജന്റ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പോയിന്റിൽ മാത്രം ടച്ച് ചെയ്യുന്ന ലൈൻ അല്ലേ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയെങ്കിൽ ഈ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ലൈനും ഈ പരാബോളയും തമ്മിൽ സോൾവ് ചെയ്താൽ മതി. അങ്ങനെയെങ്കിൽ ഈ ടാൻജന്റിന് ഇക്വേഷൻ 1 എന്നും ഈ പാരാബോളയ്ക്ക് ഞാൻ ഇക്വേഷൻ 2 എന്നും കൊടുത്താൽ അത് രണ്ടും തമ്മിൽ സോൾവ് ചെയ്യാണ്. സോൾവ് ഇക്വേഷൻ 1 ആൻഡ് 2 ചെയ്താൽ എന്ത് കിട്ടും? ഇവിടെ yക്ക് പകരം, ഇവിടുത്തെ yക്ക് പകരം ഞാൻ x ബൈ 4 പ്ലസ് 4 കൊടുത്താൽ എങ്ങനെ വരും? എക്സ് സ്ക്വയർ ഇസിക്കൽ ടു 2b ഇൻറ്റു എക്സ് ബൈ 4 പ്ലസ് 4 എന്ന് വരും. ഇനി ഈ 2b ഞാൻ ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പൊ എന്ത് വരും? എക്സ് സ്ക്വയർ ഇസിക്കൽ ടു 2b ഇൻറ്റു എക്സ് ബൈ 4 ദാറ്റ് ഈസ് bx ബൈ 2 എന്ന് വരും. പ്ലസ് 4 ഇൻറ്റു 2b അതായത് 8b എന്ന് വരും. എല്ലാവരെയും ഈ ഒരു ഭാഗത്തേക്ക് എടുത്തിട്ട് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഞാൻ ഫോം ചെയ്താൽ എക്സ് സ്ക്വയർ മൈനസ് bx ബൈ 2 മൈനസ് 8b ഇസിക്കൽ ടു 0 എന്ന് വരും. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇതിന്റെ ആൻസർ കിട്ടും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരൊറ്റ ഒരു ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഒരു ലൈന് 3 തരത്തില് ഒരു പാരാബോളയുമായിട്ട് ലൈൻ ഉണ്ടാക്കാം. അതായത് ഇങ്ങനെ ഒരു പാരാബോള എടുത്തുന്നിരിക്കും. ഈ പാരാബോളയുമായിട്ട് ഒരു ലൈൻ ഇതാ ഇന്റർസെക്ട് ചെയ്യാത്ത രീതിയിൽ ഇങ്ങനെ പാസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരൊറ്റ പോയിന്റിൽ മാത്രം ഇന്റർസെക്ട് ചെയ്തുകൊണ്ട് ഒരു ടാൻജന്റ് ആയിട്ട് മാറാം. അല്ലെങ്കിൽ 2 പോയിന്റ് ഇന്റർസെക്ട് ചെയ്യുന്ന രീതിയിലും എന്ത് വരാം? ഒരു ലൈൻ വരാം. അങ്ങനെയാണെങ്കിൽ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സിന് 2 സൊല്യൂഷൻ കിട്ടുകയാണെങ്കിൽ, ഈ എക്സിന് 2 സൊല്യൂഷൻ കിട്ടുകയാണെങ്കിൽ ഇത് 2 പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെന്ന് അതിന്റെ മീനിങ്. ഇൻ കേസ് ഇതിന് ഒരൊറ്റ സൊല്യൂഷൻ മാത്രമാണ് കിട്ടുന്നത് എങ്കിൽ ഒരൊറ്റ പോയിന്റിൽ മാത്രമേ ഇന്റർസെക്ട് ചെയ്യുള്ളൂ എന്നാണ് അതിന്റെ മീനിങ്. ഇനി ഇതിന് നോ സൊല്യൂഷൻ ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഈ ലൈന് ഈ
പരാബോളയുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്നില്ല എന്നാണ് മീനിങ്. അതായത് അത് ടാൻജന്റ് ആകൂല എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ലൈന് ഇതിന്റെ ടാൻജന്റ് ആണ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പോയിന്റിൽ മാത്രമേ ഇന്റർസെക്ട് ചെയ്യാൻ പാടുള്ളൂ. അതായത് ഇതിന് ഒരൊറ്റ സൊല്യൂഷൻ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതായത് ഡിസ്ക്രിമിനന്റ് b² - 4ac ഷുഡ് ബി 0. അപ്പോൾ ഇതിന്റെ ഡിസ്ക്രിമിനന്റ് 0 ആകും. ഡിസ്ക്രിമിനന്റ് ഈസ് ഈക്വൽ ടു 0. ഡിസ്ക്രിമിനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് b² - 4ac which is equal to 0 എന്ന് വരും. ഇനി ഇവിടെ ബിക്ക് പകരം -b/2 ആണ്. അങ്ങനെയെങ്കിൽ -b/2 ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എക്ക് പകരം ഇവിടെ 1 ആണ്. ദാറ്റ് ഈസ് 1 ഇൻറ്റു സിക്ക് പകരം -8b ആണ്. അപ്പോൾ -8b which is equal to 0. ഇത് ചെയ്തു കഴിഞ്ഞാൽ -b/2 ഹോൾ സ്ക്വയർ become b²/4 മൈനസ് -4 into -8 plus 32. b is equal to 0 എന്ന് വരും. മൊത്തത്തിൽ 4നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ രൂപത്തിൽ ചെയ്യാം. ഈ ബിനെ കോമൺ ആയിട്ട് ഔട്ട് സൈഡിലേക്ക് എടുത്താൽ b ഇൻറ്റു b/4 പ്ലസ് 32 is equal to 0 എന്ന് വരും. ഇനി ഇതിന്റെ പ്രൊഡക്റ്റ് 0 ആകണം എന്നുണ്ടെങ്കിൽ ഐദർ ഫസ്റ്റ് ടേം ഓർ സെക്കൻഡ് ടേം ഷുഡ് ബി 0. അപ്പോ ഇതിന് ആൻസർ എങ്ങനെ വരും? ഒന്നുകിൽ ബിയുടെ വാല്യൂ 0 ആകണം, അല്ലെങ്കിൽ b/4 പ്ലസ് 32 is equal to എന്താകണം? 0 ആകണം. അവിടെ ബിന്റെ വാല്യൂ 0 ആകാൻ സാധ്യതയില്ല. കാരണം ബിന്റെ വാല്യൂ എങ്ങാനും 0 ആയാൽ x² is equal to 0 ആയത് x is equal to 0 എന്ന് വരും. അത് പാരാബോളായി മാറൂല. അതുകൊണ്ട് ഇത് പോസിബിൾ അല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരൊറ്റ പോസിബിലിറ്റി മാത്രം, b/4 പ്ലസ് 32 is equal to എന്താവണം? 0 ആകണം. ദാറ്റ് ഈസ് b/4 is equal to -32. ദാറ്റ് ഈസ് b is equal to -32 into 4 -128. That is -128 is the answer. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9. ക്വസ്റ്റ്യൻ നമ്പർ 9 e raised to y into dy/dx minus 1 is equal to e raised to x എന്നുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് y is equal to y of x. ഈ y is equal to y of x എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? y is a function of x എന്നുള്ളൊരു മീനിങ് അതിനുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണിത്. പിന്നെ പറയുന്ന കാര്യം y of 0 is equal to 0. അതായത് x ന്റെ വാല്യൂ 0 കൊടുക്കുമ്പോൾ y യുടെ വാല്യൂ എന്ത് കിട്ടുന്നുണ്ട്? 0 കിട്ടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ y of 1 ന്റെ വാല്യൂ കാണാൻ, അതായത് x ന്റെ വാല്യൂ 1 കൊടുക്കുന്ന സമയത്ത് y യുടെ വാല്യൂ എന്താണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയി ചെയ്യാം. അതായത് e raised to y into dy/dx minus 1 is equal to e raised to x. എന്തായാലും ഇതിന്റെ സൊല്യൂഷൻ കാണണമെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യണമല്ലോ. ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യണ്ടേ? ആ രൂപത്തിലേക്ക് ആക്കി കഴിഞ്ഞാലേ എപ്പോഴും ഇന്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇന്റഗ്രേഷൻ ഡയറക്റ്റ് പോസിബിൾ അല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പരിപാടി, ഇവിടെ ഇൻറ്റു e raised to y നെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ ബൈ e raised to y വരും. അതായത് dy/dx minus 1 is equal to e raised to x by e raised to y. അതെന്താവും? e raised to x minus y എന്ന് വരും. അതായത് ഇവിടെ എന്താണുള്ളത്? dy/dx minus 1 is equal to e raised to x minus y. അപ്പോ ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇന്റഗ്രേഷൻ പോസിബിൾ അല്ല. കാരണം ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് x ആൻഡ് y ആണ്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പരിപാടി, ഇവിടെ ഞാൻ ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്യും. പുട്ട് x minus y is equal to t. അങ്ങനെയെങ്കിൽ ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു x ചെയ്താൽ, x നെ വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 ആണ്. 1 നെ y നെ വിത്ത് റെസ്പെക്ട് ടു x ചെയ്താൽ dy/dx which is equal to t നെ വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്താൽ dt/dx എന്ന് വരും. അപ്പോ ഇവിടെ dy/dx -1 ആണുള്ളത്. അപ്പോ ഇവിടെ 1 മൈനസ് dy/dx. അങ്ങനെയെങ്കിൽ ഇതിന് രണ്ടിനെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? ഇവിടെ dy/dx -1 is equal to -dt/dx എന്ന് വരും. ഇതിനെ അതുപോലെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് എനിക്ക് എന്ത് കൊടുക്കാം? -dt/dx which is equal to e raised to t എന്ന് എഴുതാം. ഇനി
ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേരിയബിൾസിനൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് e⁻t ഇൻറ്റു e⁻t അപ്പുറത്തേക്ക് വരുമ്പോൾ ബൈ ആയി മാറും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ബൈ എന്നുള്ളതിന് എങ്ങനെ എഴുതാം? e⁻t dt. പിന്നെ ഓൾറെഡി ഇവിടെ എന്തുണ്ട്? ഒരു മൈനസ് ഉണ്ട്, which is equal to dx. ഇനി ഇതിനെ ഞാൻ രണ്ട് ഭാഗത്തും ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ നെഗറ്റീവ് എന്നുള്ള കോൺസ്റ്റന്റ് ആണ്, അത് പുറത്ത് നിൽക്കും. അതേപോലെ ഇതിന് ഞാൻ എന്ത് ചെയ്യും? ഇന്റഗ്രേറ്റ് ചെയ്യും. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ മൈനസ് ഓഫ് e⁻t എന്താണ്? e⁻t/-1 which is equal to ഇന്റഗ്രൽ ഓഫ് dx എന്ന് വരും. ഇന്റഗ്രൽ ഓഫ് dx എന്ന് പറഞ്ഞാൽ x പ്ലസ് c എന്നാണ് ആൻസർ വരുന്നത്. ഇനി ഇവിടെ ഈ മൈനസും മൈനസും തമ്മിൽ പ്ലസ് ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ e⁻t is equal to x plus c. ഇനി ഈ ടിയുടെ വാല്യൂ നമുക്കറിയാം x മൈനസ് y ആണെന്ന്. അങ്ങനെയെങ്കിൽ ടിക്ക് പകരം ഞാൻ x മൈനസ് y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ e⁻x മൈനസ് y is equal to x plus c. അതായത് e⁻x is equal to x plus c എന്ന് കിട്ടും. ഇനി നമ്മോട് പറഞ്ഞ ഒരു കണ്ടീഷൻ എന്താണ്? y of 0 is equal to 0. അതായത് എക്സിന്റെ വാല്യൂ 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 0 ആകുന്നുണ്ട് എന്നാ പറയണത്. അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷൻ 1ലേക്ക് ഞാൻ എക്സിന്റെ വാല്യൂ 0 എടുക്കും. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയി വൈകളും എന്തായി മാറും? 0 ആയി മാറും. അങ്ങനെയാണെങ്കിൽ e⁻0 - 0 is equal to 0 plus c. That is e⁻0 is equal to c. That is c is equal to 1 എന്ന് വരും. e⁻0 അല്ലേ? അപ്പൊ ഇവിടുത്തെ കോൺസ്റ്റന്റിന്റെ വാല്യൂ 1 ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 1 become e⁻y−x is equal to x plus 1. ഇനി നിങ്ങളോട് ചോദിച്ചത് y of 1 ആണ്. അതായത് എക്സിന്റെ വാല്യൂ 1 കൊടുക്കുന്ന സമയത്ത് വൈയുടെ വാല്യൂ എന്താകുന്ന ചോദിച്ചത്. അപ്പൊ ഇതിന് ഞാൻ put x is equal to 1. എക്സിന്റെ വാല്യൂ ഞാൻ 1 കൊടുക്കുക. എക്സിന്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ ആൻസർ എന്ത് വരും? അവിടെ എക്സിന്റെ വാല്യൂ 1 കൊടുത്താൽ e⁻y−1 is equal to 1 plus 1 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ e⁻y−1 is equal to 2. ഇനി ഇവിടെ y ആണ് കാണേണ്ടത്. അവിടെ ഇന്റെ മുകളിലാണ് ഈ y കയറി ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ മുകളിലുള്ള y-നെ താഴെ y−1 താഴേക്ക് ഇറക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഇൻവേഴ്സ് എടുക്കണം. അതായത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എന്താണ്? ലോഗരിതമിക് ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? താഴേക്ക് ഇങ്ങോട്ട് ഇറങ്ങും. ദാറ്റ് ഈസ് y−1 is equal to ഇവിടെ എന്തായി മാറും? log 2 to the base e. ഞാൻ അത് ബേസ് ഇട്ടില്ലെങ്കിലും അതിനർത്ഥം എന്താണ്? അതിന്റെ ബേസ് e ആണ് കേട്ടോ. മാത്സിൽ എപ്പോഴും ഉപയോഗിക്കുന്നത് നാച്ചുറൽ ലോഗരിതം. ഇനി പക്ഷെ ഓപ്ഷനില് ബേസ് e കൊടുക്കത്തോണ്ട് ഞാൻ അത് വെറുതെ കൊടുത്തു എന്ന് മാത്രം. ഇനി വൈയുടെ വാല്യൂ അപ്പൊ എന്ത് വരും? y is equal to 1 plus log 2. അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ. y of 1 എന്താണ്? y of 1 എന്താ? 1 plus log 2 is the final answer.